Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ ഒരു സൂപ്പർ ഫുഡായ കീൻവ വെച്ചിട്ടുള്ള പുട്ട് ഉണ്ടാക്കുന്നത് കാണാം. നമ്മളിതിനു മുമ്പ് ഒരു വീഡിയോയിൽ കീൻവ എന്താണെന്നും എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നും ഒക്കെ ഉള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽഡ് ആയിട്ട് കാണണമെങ്കിൽ ആ ഒരു വീഡിയോ ചെക്ക് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം കീൻവ ഒന്ന് കുക്ക് ചെയ്യും. ഇവിടെ ഞാൻ 1/2 കപ്പ് കീൻവ നന്നായിട്ട് കഴുകിയ ശേഷം കുറച്ച് നേരം കുതിർത്തു. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. കീൻവയിലേക്ക് 3/4 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. 1/2 കപ്പ് കീൻവയ്ക്ക് 3/4 കപ്പ് വെള്ളം, 1/4 ടീസ്പൂൺ ഉപ്പ്, കീൻവ നമ്മൾ കുക്ക് ചെയ്തത് ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ കുക്ക് ചെയ്യുക. അതിനുശേഷം തീ കുറച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക ലോ ഫ്ലെയിമിൽ. ഒരു ഫോർക്ക് വെച്ചൊന്ന് ഫ്ലഫ് അപ്പ് ചെയ്യാം. കണ്ടോ, വെള്ളം എല്ലാം പോയി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. കുക്ക് ചെയ്ത കീൻവ ഞാനൊരു ബൗളിലേക്ക് ആക്കി. ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിയേക്കുന്നത് 1/2 കപ്പിൽ നിന്ന്. അപ്പോൾ ഈ കിൻവ വെച്ചിട്ട് നമുക്ക് എന്ത് വേണം ഉണ്ടാക്കാം. സാലഡ്സ് ഉണ്ടാക്കാം, പുലാവ് ഉണ്ടാക്കാം, ഫ്രൈഡ് റൈസ് പോലെ വേണമെങ്കിൽ ഉണ്ടാക്കാം. റൈസിന് പകരം കിൻവ വെച്ചിട്ട് ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പുട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഹെൽത്തി പുട്ട്. പുട്ടുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ചുകൂടെ തേങ്ങ ഇടും. ഒരു 1/4 കപ്പ് തേങ്ങ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. തേങ്ങ അധികം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇടയ്ക്ക് ലെയർ ചെയ്യാൻ മാത്രം ഉപയോഗിച്ചാലും മതി. ഇതൊന്നുകൂടെ ഒരു ഫ്ലേവറാണ്, ഒന്നുകൂടെ ഒരു മയം കിട്ടും, രുചിയുമാണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ജീരകം ചതച്ചിടാം. ഒരു 1/2 ടീസ്പൂൺ ജീരകം ചതച്ചിടാം, ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ. നമ്മൾ വേവിക്കാൻ നേരത്ത് ഉപ്പ് ചേർത്തായിരുന്നല്ലോ, ആ ഒരു ഉപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്താണ് നമ്മൾ വേവിച്ചത്. തേങ്ങ, ലാസ്റ്റ് കുറച്ച് തേങ്ങയുടെ ചേർത്ത് ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് ആവി വരാൻ തുടങ്ങി. ആവി പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ പുട്ട് കുക്ക്ഡ് ആയിരിക്കും. ഓഫ് ചെയ്യാം. അപ്പം പൊടിയാതൊക്കെ എടുക്കണമെങ്കിൽ എപ്പോഴും ആവി വന്ന് ഒരു 5 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ഒട്ടും പൊടിയാണ്ട് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഓഫ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കുവാണെങ്കിൽ പൊടിയാണ്ട് കിട്ടും പുട്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു കിൻവ പുട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. അപ്പം ഡയറ്റ് നോക്കുന്നവർക്ക് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കിൻവ പുട്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പുട്ടിൻ്റെ കൂടെ കഴിക്കുന്ന പോലെ തന്നെ മുട്ടക്കറിയുടെ കൂടെയോ അല്ലെങ്കിൽ മുട്ട ഒലത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കടലക്കറിയുടെ കൂടെ ഒക്കെ നല്ല ഓപ്ഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.